ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. ഒരു ഇടവഴി കൂടെ വന്നോണ്ടിരിക്കുക ചെക്കൻ. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് വെറുതെ പറയുന്നതല്ല, പ്രൂവൺ ആട്ടോ. എല്ലാവരും ഇത് ഓടിച്ചിട്ടുള്ള ആൾക്കാരും പറയുന്നതാട്ടോ. ഒരു കിടിലൻ ഓഫേഴ്സ് ആയിട്ടാണ് തൃശ്ശൂരിലുള്ള പെരിയാർ TVSൽ നമ്മുടെ പുതിയ വാഹനത്തിന്റെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇത്രയും നാളില്ലാത്ത ഒരു കിടിലൻ ഓഫേഴ്സ് ആയിട്ടാണ് തൃശ്ശൂരിലുള്ള പെരിയാർ TVSൽ നമ്മുടെ പുതിയ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വന്നതാണ്. എന്തൊക്കെ ഓഫേഴ്സ് എന്നറിയോ? 50,000 എന്നുള്ളത് 1 ലക്ഷമായി, 1 കൊല്ലം എന്നുള്ളത് 2 കൊല്ലം. നമ്മുടെ സാറുണ്ട്. സാറേ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്? ആദ്യം നമ്മൾ 50,000 കിലോമീറ്ററാണ് വാറണ്ടി കൊടുത്തിരുന്നത്. അതിപ്പോ 1 ലക്ഷം കിലോമീറ്റർ ആക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം ഉണ്ടായിരുന്നത് നമ്മൾ 2 വർഷത്തിലേക്ക് മാറ്റി. അതുകൂടാണ്ട് 6 ഫ്രീ സർവീസ് ഉണ്ടായിരുന്നു. അതിൽ 6 ഫ്രീ സർവീസ് ചെയ്യുമ്പോൾ നമ്മള് മെയിൻ ആയിട്ട് ചെറിയ ചെറിയ എമൗണ്ട് എക്സ്പെൻസ് വന്നിരുന്നു. ഇതിൽ 4 ഫ്രീ സർവീസ് ഫുള്ളായിട്ട് നമ്മൾ ഫ്രീ കൊടുക്കുക. ഓയിൽ ഫിൽറ്റർ എല്ലാ ഐറ്റംസും ആ ഫ്രീ സർവീസിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഫ്രീ ആണ്. 10 പൈസ ചെലവില്ല 4 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ RC ഓണർക്ക് 10 ലക്ഷം വരെ നമ്മൾ ആക്സിഡന്റ് പോളിസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 കിലോമീറ്റർ ഇതിനുണ്ടായിരുന്നത് 1 ലക്ഷം. അത് 1 വർഷം ഉണ്ടായിരുന്നത് 2 വർഷമായി. 2 വർഷമാക്കി. ഫ്രീ സർവീസ് ഉണ്ടായിരുന്നു 4 ഫുള്ളായിട്ട് ഫ്രീ ആക്കി. 1 രൂപ പോലും കസ്റ്റമർ ഈടാക്കില്ല. അത് കഴിഞ്ഞിട്ടാണ് RC ഓണർക്ക് ആക്സിഡന്റ് പോളിസി. അത് എത്ര രൂപ വരെ ക്ലെയിം? 10 ലക്ഷം വരെ കിട്ടും. അതായത് കസ്റ്റമർക്ക് RC ഓണർക്ക്. ഇതൊക്കെയാണ് കേട്ടോ ഓഫേഴ്സും കാര്യങ്ങളും. ഇനി നമ്മുടെ ചെക്കനും കൊണ്ടുവന്ന് നൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയല്ലോ. ഇതിന്റെ വെളിച്ചം കാര്യങ്ങളും. കുറെ ആൾക്കാർക്ക് ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം കുറവാണ്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ ഇതിന്റെ വെളിച്ചത്തിന്റെ വിസിബിലിറ്റി എങ്ങനെയാണ് രാത്രിയിൽ എന്ന് കൂടെ നോക്കിയിട്ട് വന്നാലോ? അപ്പോൾ നോക്കിയിട്ട് പോട്ടെ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റോട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. രാത്രിയിലത്തെ വിസിബിലിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. നമ്മളൊന്ന് നൈറ്റ് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാലോ മച്ചാനാ? എന്തായിരിക്കും ഇതിന്റെ ഇതിന്ന്? ഇത്രയും നാളെ ഓടിച്ചിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് എന്താ പറയാലോ വണ്ടിയുടെ? അടിപൊളിയാണല്ലേ? ഇത്രയും നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് LED ആക്കില്ലോ 40 മീറ്റർ വരെ നമുക്ക് പ്രകാശം വരണം. 40 മീറ്റർ വരെ. അപ്പം നല്ല ഫെസിലിറ്റി. രാത്രി ഒക്കെ ഇപ്പോ നന്നായിട്ട് പറയാം, നല്ല വെളിച്ചാണ് കിട്ടുന്നില്ല. കംപ്ലൈന്റ് പറഞ്ഞു. പഴയ ബൾബ് തന്നെ വേണം തന്നെ പറയട്ടെ. ഹാലോജൻ LED അല്ലേ കൂടുതൽ ആൾക്കാർ. അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. അത്യാവശ്യം ഇരുട്ടൊക്കെ ഉണ്ട്. ഞാൻ സമയം പറയണില്ല, നമ്മുടെ പിള്ളേർക്ക് പോകാനുള്ള സമയം ആയതുകൊണ്ടും. അപ്പോൾ ഇനി ഒന്ന് ലൈറ്റ് ഇട്ട മച്ചാൻ എന്നെ ഒന്ന് കണ്ട. ഇതാണ് ഏകദേശം 40 മീറ്റർ വിസിബിലിറ്റിയാണ് വാഹനത്തിൻ്റെ ആ ലൈറ്റിന് വരണം കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ട ആ ലൈറ്റിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ നോക്കിയേ, എന്തൊരു ക്വാളിറ്റി നോക്കിയേ. ഇത് വെറുതെ പറയുന്നതല്ല, പ്രൂവൺ ആട്ടോ. എല്ലാവരും ഇത് ഓടിച്ചിട്ടുള്ള ആൾക്കാരും പറയുന്നതാട്ടാ. കണ്ട ആ ഒരു ക്വാളിറ്റി. നമുക്കൊന്ന് ഡ്രൈവിങ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. നമുക്കൊന്ന് സ്ട്രൈറ്റ് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ട് അവസ്ഥ. ഇപ്പൊ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ടല്ലോ മച്ചാനെ? അപ്പോ ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. ഒരു ഇടവഴി കൂടെ വന്നോണ്ടിരിക്കുക ചെക്കൻ. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ട ചിന്നണ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചിന്നണ ലൈറ്റ് ആട്ടാ. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നമ്മുടെ TVSന്റെ ഏറ്റവും പുതിയ ടൂറാമാക്സ് ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിളാട്ടാ. ആ ലൈറ്റ് കൊണ്ട് മാത്രമല്ല, ബാക്കിലത്തെ ആ സ്പേസ് കൊണ്ടും ചെക്കൻ അപ്ഡേറ്റഡ് ആണ്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കിടിലൻ ഓഫേഴ്സും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.